ജർമ്മൻ എവിടുന്നാ പഠിക്കണേ? ഞാൻ ആദ്യം പോളണ്ടിൽ ഒരു വർഷം ഉണ്ടായിരുന്നു. പോളിഷ് പഠിച്ചു. ജർമ്മൻ ആവട്ടെ. റീസൺ ഉണ്ട്, എനിക്ക് ഇത്തിരി മെമ്മറി കുറവായിട്ട് തോന്നി. പോയി MRI ചെയ്തപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കണം. ഞാൻ അസ്ട്രോളജി തുടങ്ങി. അത് ഒത്തിരി വളരെ വൈഡാണ്. ഒരു വർഷം കൊണ്ട് പഠിക്കുന്നത് ഒരു ഭാഗം എത്തിയില്ല. ഞാൻ വിചാരിച്ചു ജർമ്മനും കൂടെ പഠിക്കാൻ വിചാരിച്ചു. ജർമ്മനും അസ്ട്രോളജിയും തമ്മിലുള്ള ബന്ധം എന്താ? ബന്ധമുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല ഓർബിറ്റൽ മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റില് കെപ്ലർ എന്ന് പറയുന്ന ഒരാള്, ആ കെപ്ലേഴ്സ് തിയറി എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ മെക്കാനിക്സ് ആണ്. അദ്ദേഹം ജർമ്മനിയിൽ അസ്ട്രോളജറാണ്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ജർമ്മനി പോയ സമയത്ത്, അവിടുത്തെ മ്യൂസിയത്തിൽ പോയ സമയത്ത് ഞാൻ പഠിച്ചു വായിച്ചിട്ടുള്ള സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ജർമ്മൻ അസ്ട്രോളജി കെപ്ലർ എന്നൊക്കെ പറഞ്ഞ് അടിച്ചാൽ അത് കാണും. ഐ വാസ് ദർ ഇൻ ജർമ്മൻ ലാസ്റ്റ് മന്ത്. ഞാൻ ഏപ്രിൽ 13 അയർലൻഡിലാണ്, ജൂൺ 13 ഞാൻ ജർമ്മനിയിലായിരുന്നു. എൻ്റെ മകൻ വിവാഹം കഴിക്കുന്ന ജർമ്മൻ കുട്ടിയാണ്. പക്ഷെ എനിക്ക് ജർമ്മൻ പഠിക്കണ്ട. നമ്മളൊക്കെ ആര്യൻ ഇൻവേഷൻ കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ തുടക്കം പൂർവികന്മാരൊക്കെ ജർമ്മനിയിൽ നിന്ന്. പാൻജിയ തിയറി പ്രമാണിച്ച് അവിടെ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ആര്യ ആൾക്കാർ 3 ഗ്രൂപ്പായിട്ട് പോയിട്ട് കുറച്ച് പേര് ഇറാഖിലും, നിങ്ങളുടെ കസിനൊക്കെ ഇറാഖിലും ഇറാനിലൊക്കെ ഉണ്ടാവും. ഒന്ന് പറഞ്ഞ് ശരിയാക്കി കൊടുക്കാം അവരുടെ കാര്യം. ഉണ്ട്. ഇപ്പൊ അവിടെ വലിയ സമരം നടക്കുന്നുണ്ട്. ഞാൻ പോയ സമയത്ത് അവിടെ ജർമ്മൻ നേറ്റീവ്സും മൈഗ്രൻസും തമ്മിൽ അടിയായിട്ടുള്ള ഒരു സമരം നടക്കുന്ന സമയത്താണ് ഞാൻ പോയത്. അപ്പൊ നല്ലതാണ്, എന്ത് പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിക്കണം. ഞാൻ റഷ്യൻ പഠിച്ചിരുന്നു കുറച്ചു കാലം. കാരണം എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ റഷ്യനിൽ പോയിരുന്നു. അവൻ നിർബന്ധപൂർവ്വം കത്തെഴുതുമ്പോൾ റഷ്യനിലാണ് എഴുതുക. ഞാൻ മറുപടി റഷ്യനിലേ എഴുതാവൂ എന്ന് വാശി. അങ്ങനെ ആ കാലത്ത് കുറെ റഷ്യൻ എഴുതാൻ പഠിച്ചു. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, അതൊക്കെ മറന്നു. പിന്നെ കമോൺ ഓരോ പ്രായത്തിലും ഈ പർപ്പസ് ഓഫ് ലൈഫ് മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ചെറിയ കുട്ടിയെ അമ്മ അച്ഛൻ ചോദിക്കുമ്പോൾ എന്തിനാ ആ കുട്ടി വളരുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയാ? അമ്മയെ ഹാപ്പിയാക്കാണ്, അച്ഛനെ ഹാപ്പിയാക്കാണ്, വേറെ പർപ്പസ് ഒന്നുമില്ല ആ കുട്ടിക്ക്. ആ കുട്ടി പഠിക്കുന്നത് എന്തിനു വേണ്ടി ചോദിച്ചാൽ എന്താ പറയാ? അമ്മ ഹാപ്പിയാവും അല്ലേ? കുറച്ച് കഴിയുന്ന സമയത്ത് എന്തായിരിക്കും പർപ്പസ്? ഭാര്യയായി, മക്കളായി അല്ലേ? ഇതൊക്കെ ഒരു മിനിമം ജീവികൾക്ക് ഉണ്ടാവുന്ന പർപ്പസ് മാത്രമാണ്. അതിൽ നിന്ന് എന്നെ കൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടാവുമോ, അങ്ങനെ ചെയ്യുന്നത് മാത്രമാണ് ഭഗവാന്റെ ഡിക്ഷണറിയിൽ കർമ്മം എന്ന് പറയാം. സത്കർമ്മം ചെയ്യാനാണ് എൻ്റെ ജന്മം. എൻ്റെ ജന്മം എന്തിനാന്ന് ചോദിച്ചാൽ എന്താണ്? സത്കർമ്മം ചെയ്യാനാണ്. നമ്മളൊക്കെ പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വിളിച്ചിരുത്തി, നമ്മളൊക്കെ ധരിക്കുന്നത് സത്കർമ്മാണെന്നാണ്. നിങ്ങളൊക്കെ സഫർ ചെയ്യുകയാണെങ്കിലോ? ഞാൻ എൻജോയ് ചെയ്യണു, നിങ്ങൾ സഫർ ചെയ്യണു. ഇത് സത്കർമ്മാക്കുമോ? ഇല്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം ഉണ്ടാവുക? ഒരു ഡോക്ടർ സർജറി ചെയ്യുമ്പോൾ തൽക്കാലം വേദന ഉണ്ടാവില്ലേ? പിന്നെ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ താൽക്കാലികമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിലും പിന്നെ അത് ഗുണം കിട്ടുകയാണെങ്കിലും അത് നല്ല കർമ്മം തന്നെയാണ്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന കുറേ കാലങ്ങളായിട്ട്, ഇപ്പൊ ആരോ പറഞ്ഞു രാവിലെ സക്സസ് എന്ന വാക്ക് അല്ലേ? ആ സക്സസ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കിട്ടുന്നതല്ല. സക്സസ് കുറേ കണ്ടിന്യൂസ് ആയിട്ട് സക്സസ് കിട്ടുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ഒരു പർപ്പസ്. ആ പർപ്പസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. എൻ്റെ പർപ്പസ് അല്ല എൻ്റെ അച്ഛൻ്റെ പർപ്പസ്. മനസ്സിലായോ?
ചിലപ്പോൾ അവർ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല, എൻ്റെ അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അപ്പൊ അവരുടെ പർപ്പസ് എന്തായിരുന്നു? ഇങ്ങനെ ഒരു മകനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ പർപ്പസ്. അവരറിയാതെ പോയി. അപ്പൊ നമ്മൾ എൻ്റെ പർപ്പസ് പോലും അറിഞ്ഞു എന്ന് വരില്ല. അതിന് എവിടെയെങ്കിലുമൊക്കെ ഒരു ഫലം ഉണ്ടെങ്കിൽ അതാണ് പർപ്പസ്. ഇപ്പൊ മാതാമൃതാനന്ദമയുടെ അച്ഛനും അമ്മയും വിചാരിച്ചിട്ടാണോ അവരെങ്ങനെയായത്? അല്ല, അങ്ങനെ വിചാരിക്കാത്തതുകൊണ്ടാണ് അവരെങ്ങനെയായത്. വിചാരിച്ച ഏതെങ്കിലും സ്കൂൾ ടീച്ചറുടെ മക്കളൊക്കെ ആണെങ്കിലോ ഇപ്പൊ മാക്സിമം ഒരു എഞ്ചിനീയർ ആയിട്ടുണ്ടാവും. ഇത്രയല്ലേ ഉള്ളൂ. ഓരോരാളും ശങ്കരാചാര്യ എന്തുണ്ടോ ആ ഒരു ഭാഗ്യം ആ ജന്മത്തിന് കിട്ടിയതുകൊണ്ടാണ്. വിവേകാനന്ദനായത് എന്തുകൊണ്ടാണ്? മനസ്സിലാവുണ്ടോ? ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മളെ അങ്ങനെയൊക്കെയാക്കും. ഭഗവത്ഗീത പറയുന്നത് നിങ്ങൾ കുറേ ജന്മങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ആ പർപ്പസിൽ എത്താറാകുമ്പോൾ താഴെ വീഴും. പിന്നെ അടുത്ത ജന്മത്തിൽ പിന്നെയും തുടങ്ങേണ്ടി വരും. ഏതുപോലെ നമ്മൾ കുറേ കാര്യത്തിൽ ആക്റ്റീവായി മാറും, കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ നിൽക്കും. പിന്നെ അതൊരു ജന്മമാണ് എന്ന് പറയാറില്ലേ നമ്മൾ, അല്ലേ? ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ 20 വർഷമാണ്. ഞാനിപ്പോൾ പലപ്പോഴും കോട്ട് ചെയ്തിട്ടുള്ളത് 20 വർഷം മുമ്പ് എന്നാണ്, അല്ലേ? എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് 20 വർഷം മുമ്പാണ്. എവിടെ? DAV ഹൈദരാബാദ്. 20 വർഷം മുമ്പ് ഇന്ത്യൻ സയന്റിഫിക് ഹെറിറ്റേജ് ക്ലാസ് എടുക്കുമ്പോഴാണ് ഇവർ അവിടെ മാഷായിരുന്നത്, അല്ലേ? അന്ന് അറ്റൻഡ് ചെയ്ത ക്ലാസ്. അന്ന് ഞാൻ എന്ത് ചെയ്യായിരുന്നു? പഴയ ശ്ലോകങ്ങളൊക്കെ എടുത്ത് ഒരു പേപ്പറിൽ ഞാൻ എഴുതി, കളർഫുൾ ആയിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എഴുതി, അതിൻ്റെ അർത്ഥം എഴുതി, അത് ഒരു നമ്മുടെ ഇതില്ലേ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് അതിനകത്തിട്ടിട്ട് അതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വലിയ നൂലാക്കി കെട്ടിയിട്ട് ഞാനും ഭാര്യയും മക്കളും കൂടി ഇതൊക്കെ കെട്ടിപ്പേറി അവിടെ സ്കൂൾ പോയിട്ട് അവിടേക്ക് ഇങ്ങനെ വാളിൽ കെട്ടിയിട്ട് എൻ്റെ ലെക്ചർ കഴിഞ്ഞിട്ട് മക്കളോട് അതൊക്കെ നോക്കി പഠിക്കാൻ പറഞ്ഞ് തിരിച്ചു വന്ന് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടന്നു. അല്ല, ഭ്രാന്തുണ്ട് ഇതൊക്കെ ചെയ്യാൻ. ഇതായിരുന്നു അങ്ങനെ പോയ സ്കൂളിലാണ് ഇവരുടെ വർക്ക് ചെയ്തിരുന്നത്, ഹസ്ബൻഡ് വർക്ക് ചെയ്തിരുന്നത്, അല്ലേ? വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഇപ്പൊ കണ്ടപ്പോൾ ചാടി ഓടി വന്നത്. 20 കൊല്ലം മുമ്പ്, 2000-ലൊക്കെ ആയിരിക്കും, 10-26 വർഷം മുമ്പാണ്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ വിട്ടിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിലും പിന്നെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്ത് ഇപ്പൊ തോന്നി രണ്ടാമതും തിരിച്ച് ഈ പ്രോഗ്രാമുകൾക്ക് വരാം. എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഏഷ്യാനെറ്റിൽ 2003 ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്ന 2000-ലും 2002-ലൊക്കെയാണ്. പിന്നെ പോയത് 2018-ലാണ്. 10 വർഷം വെറുതെ ഇരുന്നൊന്നും പോയില്ല. വേറെ പല ആക്ടിവിറ്റികൾ. അപ്പൊ നമ്മുടെ ഇഷ്ടം മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അവിടെയൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഓരോരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ ആർക്കെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമെങ്കിൽ ഏന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രജ്ഞ തദൈവം ഈശ്വര പൂജനം എന്നാണ്. സ്റ്റാർഫിഷ് ഡോക്ടർ TPS. സ്റ്റാർഫിഷ്, ഈ സീഷോറിലൊക്കെ സ്റ്റാർഫിഷ് ഉണ്ടാവില്ല. ഒരു ചെറിയ പയ്യനെടുത്തിട്ട് ഇങ്ങനെ കടലിലേക്ക് എറിയാണ്. അപ്പൊ ഒരു ഫിലോസഫർ ചോദിക്കുകയാണ്, മോനെ നീ ആരോടാ മല്ലിടുന്നത്? ഓരോ കടൽത്തിരിയും തിരിച്ചു വരുമ്പോൾ സ്റ്റാർഫിഷ് പിന്നെയും വരില്ലേ? യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. ഓക്കെ, പിന്നെയും ഈ പയ്യൻ ഇയാൾ പറയുന്നത് ശ്രദ്ധിക്കാതെ പിന്നെയും നടന്നിട്ട് ഓരോ സ്റ്റാർഫിഷ് എടുത്ത് കടലിലേക്ക് എറിയാണ്. ഇയാൾ പിന്നാലെ നടന്ന് ചോദിക്കുകയാണ്, എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യണേ? ഈ സീഷോർ എന്ന് പറയുന്നത് ലോകത്ത് എവിടെയൊക്കെ നീണ്ടു കിടക്കുന്നുണ്ട്. ആ എല്ലാ സ്റ്റാർഫിഷിനെയും എനിക്ക് രക്ഷിക്കാൻ പറ്റുമോ? യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. ഈ പയ്യൻ ഇതൊന്നും കേട്ട മട്ടില്ല. എന്ത് ചെയ്തു? ഓരോ സ്റ്റാർഫിഷിനെ എടുത്തിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ പറഞ്ഞുകൊണ്ട് നടന്ന സമയത്ത് ഇയാൾ തിരിച്ച് ഈ പയ്യൻ ഇയാളോട് ചോദിച്ചു, ഹൂ ഈസ് വേസ്റ്റിംഗ് ടൈം നൗ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ആരാ ടൈം വേസ്റ്റ് ചെയ്യണേ? പ്രൊഫസറാണോ ഈ കുട്ടിയാണോ? പ്രൊഫസറാണ്. എന്നിട്ട് ഈ ഒരു സ്റ്റാർ ഫിഷിനെ എടുത്തിട്ട് പറയാണ് ഇവൻ, ഫോർ ദിസ് സ്റ്റാർ ഫിഷ് ഫോർ എ മൊമെന്റ് ഇറ്റ് മേക്സ് ലോട്ട് ഓഫ് ഡിഫറൻസ്. ഈ ഒരു സ്റ്റാർ ഫിഷ് വെള്ളത്തിൽ പോകുമ്പോൾ ഒരു ശ്വാസം കിട്ടുമല്ലോ. ആ ഒരു ശ്വാസം എനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് എൻ്റെ ജന്മം. നിങ്ങൾ എന്തിനാ സമയം കളയണ്ടേ? മനസ്സിലാവുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും ഒരു നേരം സന്തോഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ കർമ്മമാണ്. അതാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. എത്രയോ ജനങ്ങൾ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ, ആ കൊടുക്കുന്നൊരു ധൈര്യം അല്ലേ? എത്രയോ കുട്ടികളുണ്ടെന്നറിയാം.
ഇപ്പൊ ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ ഒരാളോട് എഴുതിയിട്ട് റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് പറയും, അടുത്ത ആളോട് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയും. ഇവർക്ക് ആ കൺഫ്യൂഷനാണ്. ഞാൻ പറഞ്ഞു ഓരോരാളുടെയും സാഹചര്യം നോക്കിയിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരേ പ്രിസ്ക്രിപ്ഷൻ അല്ല കൊടുക്കുക. ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇയാൾക്ക് അതിന് കഴിവുണ്ട്. ഒരാൾക്ക് കഴിവില്ലെങ്കിൽ അയാളോട് റിപ്പീറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങൾ സമയം കളയണ്ടെന്ന് തന്നെ പറയും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ജന്മം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് എൻ്റെ സത്കർമ്മം എന്ന് പറയുന്നത്.